ആമുക്തമാല്യത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചത് ആര്? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്ത ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ തെലുങ്ക് സാഹിത്യത്തിലെ ഒരു വലിയ പണ്ഡിതനായിരുന്നു. ആമുക്തമാല്യത എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു തെലുങ്ക് കാവ്യമാണ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം? അറ്റ്ലാന്റിക്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദിയും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയുമായ ആമസോൺ കിഴക്കോട്ടൊഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നു. ഇസ്രായേലിന്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം? സിയോണിസ്റ്റ് പ്രസ്ഥാനം. ജൂതജനതയ്ക്ക് അവരുടെ ആൻസെസ്ട്രൽ ഹോമായ ഇസ്രായേലിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപംകൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനമാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചത്. ആർജിത ഇന്ത്യൻ പൗരത്വമുണ്ടായിരുന്ന ആദ്യ ഭാരതരത്നം ജേതാവ്? മദർ തെരേസ. അൽബേനിയൻ വംശജയായ മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ഇന്ത്യയിൽ തന്റെ സാമൂഹിക സേവനങ്ങൾ നടത്തുകയും ചെയ്തു. അവർക്ക് 1980-ൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് ആര്? R.C. ദത്ത്. പ്രശസ്ത ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും സാമ്പത്തിക ചരിത്രകാരനുമായ രമേശ് ചന്ദ്ര ദത്ത് ആണ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇത് വിശദീകരിക്കുന്നു. ഏത് ലോഹത്തിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്? ഇരുമ്പ്. ഇരുമ്പിന്റെ ഒരു പ്രധാന അയിരാണ് ഹെമറ്റൈറ്റ്. ഈ അയിരിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നതാണ് ഇരുമ്പുൽപാദനത്തിലെ ഒരു പ്രധാന ഘട്ടം. ആർത്രൈറ്റിസ് വാദം ബാധിക്കുന്നത് എവിടെയാണ്? സന്ധികൾ. ആർത്രൈറ്റിസ് എന്നത് സന്ധികളിലെ വീക്കത്തെയും വേദനയെയും സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ്. ഇത് സന്ധികളുടെ ചലനശേഷിയെയും പ്രവർത്തനത്തെയും ബാധിക്കാം. ഏതു വേദത്തിന്റെ ഉപവേദമാണ് ഗന്ധർവവേദം? സാമവേദം. സംഗീതത്തെയും നൃത്തത്തെയും കുറിച്ചുള്ള പുരാതന ഇന്ത്യൻ ശാസ്ത്രഗ്രന്ഥമാണ് ഗന്ധർവവേദം. ഇത് സാമവേദത്തിന്റെ ഉപവേദമായി കണക്കാക്കപ്പെടുന്നു. ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ കോവളം ബീച്ചിന്റെ ഭാഗമാണ് ഹവ്വ ബീച്ച്. മനോഹരമായ ഈ കടൽത്തീരം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം? ശ്വേതരക്താണുക്കൾ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് ശ്വേതരക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ. ഇവയിൽ ലിംഫോസൈറ്റുകൾ എന്ന വിഭാഗം ആന്റിബോഡികൾ ഉത്പാദിപ്പിച്ച് രോഗാണുക്കളോട് പോരാടുന്നു. ഗംഗയുടെ പോഷകനദികളിൽ ഏറ്റവും പടിഞ്ഞാറെ അറ്റത്ത് ഉത്ഭവിക്കുന്നത്? യമുന. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ് യമുന. യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് ഗംഗയുടെ മറ്റ് പ്രധാന പോഷകനദികളിൽ നിന്ന് പടിഞ്ഞാറ് ദിശയിലാണ്. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം? മിതവാദി. മുസ്ലിം സമുദായത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ സിസ്റ്റർ കൃഷ്ണൻ സ്ഥാപിച്ച മിതവാദി പത്രം കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ഈ പത്രമാണ് ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയത്. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഷിംല. ഹിമാലയൻ മേഖലയിലെ വനവിഭവങ്ങൾ, പരിസ്ഥിതി, വനസംരക്ഷണം എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന പ്രധാന സ്ഥാപനമാണ് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ നിയമസഭ? 4ാം നിയമസഭ 1970 മുതൽ 77 വരെ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം 1970 മുതൽ 1977 വരെ നിലനിന്ന 4ാം നിയമസഭയാണ് അതിന്റെ മുഴുവൻ കാലാവധിയും പൂർത്തിയാക്കിയ ആദ്യത്തെ നിയമസഭ. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് എന്തിന്? കൃഷി. 1951-ൽ ആരംഭിച്ച ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതിക്ക് ഹാരോഡ് ഡോമർ മോഡൽ ആയിരുന്നു ആധാരം. ഈ പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും വലിയ പ്രാധാന്യം നൽകി. കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്?
വടക്കേ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526. 1526-ൽ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന ഒന്നാം പാനിപ്പട്ട് യുദ്ധം ഡൽഹി സുൽത്താനത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകുകയും ചെയ്തു. സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ്? ഇറ്റലി. മെഡിറ്ററേനിയൻ കടലിലെ ലിപ്പാരി ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ട്രോംബോളി ഒരു സജീവ അഗ്നിപർവ്വതമാണ്. ഇതിനെ മെഡിറ്ററേനിയന്റെ വിളക്കുമാടം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ കോളേജ്? CMS കോളേജ്, കോട്ടയം. 1817-ൽ റവറന്റ് ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ച CMS കോളേജ്, കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ആധുനിക കോളേജാണ്. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചു. CP രാമസ്വാമി അയ്യർ പദവി ഒഴിയുമ്പോൾ ആക്ടിംഗ് ദിവാനായത്? PGN ഉണ്ണിത്താൻ. തിരുവിതാംകൂറിലെ ദിവാൻ സ്ഥാനത്തുനിന്ന് സർ CP രാമസ്വാമി അയ്യർ ഒഴിഞ്ഞപ്പോൾ PGN ഉണ്ണിത്താൻ ആക്ടിംഗ് ദിവാനായി ചുമതലയേറ്റു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. കുഷ്ഠരോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡെർമൽ ടെസ്റ്റാണ് ലെപ്രോമിൻ ടെസ്റ്റ്. ഈ പരിശോധന ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗത്തോട് എത്രത്തോളം പ്രതിരോധശേഷിയുണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. വോൾട്ടേർ ഏത് രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്. ഫ്രഞ്ച് ജ്ഞാനോദയ കാലഘട്ടത്തിലെ പ്രമുഖ എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്നു വോൾട്ടേർ. അദ്ദേഹത്തിന്റെ കൃതികൾ വ്യക്തിസ്വാതന്ത്ര്യം, മതസഹിഷ്ണുത തുടങ്ങിയ ആശയങ്ങളെ പിന്തുണച്ചു. തക്ഷശില ഇപ്പോൾ ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. പുരാതന ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു തക്ഷശില. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സോപാനസംഗീതത്തിന്റെ മറ്റൊരു പേര്? കൊട്ടിപ്പാടി സേവ. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത സംഗീത രൂപമാണ് സോപാനസംഗീതം. ഇത് കൊട്ടിപ്പാടി സേവ എന്നും അറിയപ്പെടുന്നു. ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകമേത്? മീഥേൻ. ജൈവവസ്തുക്കളുടെ അവായു ശ്വസനം വഴി ഉണ്ടാകുന്ന ഒരുതരം ഇന്ധനമാണ് ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസ്. ഇതിലെ പ്രധാന ഘടകം മീഥേനാണ്. ആണവയുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? എൻറിക്കോ ഫെർമി. ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമിയെയാണ് ആണവയുഗത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ അണു റിയാക്ടറായ ചിക്കാഗോ പൈൽ 1 നിർമ്മിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം? സൾഫർ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ആസിഡ് മഴ. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളുമാണ് ഇതിന് പ്രധാന കാരണക്കാർ. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം? തമിഴ്നാട്. ഒരുതരം കൽക്കരിയാണ് ലിഗ്നൈറ്റ്. ഇത് പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് നിക്ഷേപം പ്രധാനമായും കാണപ്പെടുന്നത്. തിലോത്തമ ഏതു വിളയുടെ ഇനമാണ്? എള്ള്. എള്ളിന്റെ ഒരു മെച്ചപ്പെട്ട വിത്ത് ഇനമാണ് തിലോത്തമ. ഇത് ഉയർന്ന വിളവ് നൽകാൻ കഴിവുള്ളതും കൃഷിക്കാർക്ക് പ്രയോജനകരവുമാണ്. ആണിന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തുവരുന്ന ജീവി? കടൽക്കുതിര. സമുദ്രജീവികളിൽ അദ്വിതീയമായ പ്രത്യുൽപാദന രീതിയാണ് കടൽക്കുതിരകൾക്കുള്ളത്. പെൺകടൽക്കുതിരകൾ മുട്ടകൾ ആൺകടൽക്കുതിരയുടെ ബാഗിൽ നിക്ഷേപിക്കുകയും ആൺകടൽക്കുതിര അവയെ വിരിയിക്കുകയും ചെയ്യുന്നു. തീ കത്താൻ സഹായിക്കുന്ന വാതകം? ഓക്സിജൻ. ഒരു വസ്തു കത്തണമെങ്കിൽ ഓക്സിജൻ അത്യാവശ്യമാണ്. ജ്വലന പ്രക്രിയയ്ക്ക് ഓക്സിജൻ ഒരു ഓക്സിഡൈസറായി വർത്തിക്കുന്നു. അങ്കോർ വാട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു? വിഷ്ണു. കംബോഡിയയിലെ പ്രശസ്തമായ അങ്കോർ വാട്ട് ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രണ്ടാമനാണ് നിർമ്മിച്ചത്.
ഇത് ഹിന്ദു ദൈവമായ വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ട ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ്. തീൻ ബിഗ ഇടനാഴി പാട്ടത്തിന് വാങ്ങിയ രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് തീൻ ബിഗ ഇടനാഴി. 1974 കരാർ പ്രകാരം ഇന്ത്യ ഈ ഇടനാഴി ബംഗ്ലാദേശിന് പാട്ടത്തിന് നൽകിയിരുന്നു. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി. അമേരിക്കൻ വൈറോളജിസ്റ്റായ വെൻഡൽ മെറഡിത്ത് സ്റ്റാൻലിക്ക് 1946 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ടൊബാക്കോ മൊസൈക്ക് വൈറസ് വേർതിരിച്ചെടുക്കുകയും അത് പ്രോട്ടീൻ സ്വഭാവമുള്ളതാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് അദ്ദേഹത്തിന് ഈ അംഗീകാരം ലഭിച്ചു. പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ദൂരം. പ്രകാശവർഷം എന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരമാണ്. ഇത് വലിയ ദൂരങ്ങൾ അളക്കാൻ ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപിസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപിസ് അഥവാ സ്റ്റിറപ്പ്. ഇത് ചെവിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു, ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നു. പോർബന്തറിന്റെ പഴയ പേര് സുധാമാപുരി. ഗുജറാത്തിലെ ഒരു തീരദേശ നഗരമായ പോർബന്തർ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം കൂടിയാണ്. ഇതിന്റെ പഴയ പേര് സുധാമാപുരി എന്നായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ വെല്ലസ്ലി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ നയം വഴി പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഡെബൈൻ. ഒരു സംഗീത ഉപകരണമായ ഹാർമോണിയം കണ്ടുപിടിച്ചത് ഫ്രഞ്ച് ഇൻസ്ട്രുമെന്റ് നിർമ്മാതാവായ അലക്സാണ്ടർ ഡെബൈനാണ്. 1840കളിൽ അദ്ദേഹം ഇത് വികസിപ്പിച്ചു. സാഹിത്യ നോബലിനർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. 1953. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് 1953 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ രചനകൾക്കും പ്രസംഗങ്ങൾക്കും വേണ്ടിയായിരുന്നു ഈ പുരസ്കാരം. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ മഹാവീരൻ. ജൈനമതത്തിലെ അവസാനത്തെയും 24ാമത്തെയും തീർത്ഥങ്കരനാണ് മഹാവീരൻ. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ജൈനമത തത്വങ്ങളുടെ അടിസ്ഥാനമാണ്. അനലിറ്റിക്കൽ ജ്യാമിതിയുടെ പിതാവ് റെനെ ദെക്കാർത്തെ. ഫ്രഞ്ച് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ റെനെ ദെക്കാർത്തെയാണ് അനലിറ്റിക്കൽ ജ്യാമിതിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ബീജഗണിതത്തെയും ജ്യാമിതിയെയും സംയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ശാഖയ്ക്ക് അടിത്തറയിട്ടു. മാഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു? കവുങ്ങ്. കവുങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് മാഹാളി രോഗം. ഇത് തെങ്ങുൾപ്പെടെയുള്ള മറ്റു പനവർഗ്ഗങ്ങളെയും ബാധിക്കാം. വിളവ് കുറയാൻ ഇത് കാരണമാകുന്നു. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട്. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായുള്ള കൃഷിയിടങ്ങൾക്ക് ഇത് പ്രസിദ്ധമാണ്. മാജിനോട്ട് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഫ്രാൻസ്, ജർമ്മനി. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസ് ജർമ്മൻ അതിർത്തിയിൽ നിർമ്മിച്ച ഒരു പ്രതിരോധരേഖയായിരുന്നു മാജിനോട്ട് ലൈൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇത് ഫലപ്രദമായില്ല. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം തുർക്കിയിലെ ഖലീഫയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജിയും അലി സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത് സ്കോട്ട്ലൻഡിൽ ജനിച്ചു. രാഷ്ട്രങ്ങളുടെ സമ്പത്ത്, ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം സാമ്പത്തിക ചിന്തയിൽ വിപ്ലവം സൃഷ്ടിച്ചു. തത്വചിന്തകനായ ജീൻ പോൾ സാർത്ര ജനിച്ച രാജ്യം ഫ്രാൻസ്.
ഫ്രഞ്ച് തത്വചിന്തകനും എഴുത്തുകാരനുമായ ജീൻ പോൾ സാർത്ര അസ്തിത്വവാദത്തിന്റെ പ്രമുഖ വക്താക്കളിൽ ഒരാളായിരുന്നു. 1964-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു, പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു. കോർണിയയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം കൺജങ്ക്റ്റിവ. കണ്ണിന്റെ മുൻഭാഗത്തുള്ള കോർണിയയെയും കൺപോളകളുടെ ഉൾഭാഗത്തെയും ആവരണം ചെയ്യുന്ന നേർത്ത സ്തരമാണ് കൺജങ്ക്റ്റിവ. ഇത് കണ്ണിനെ സംരക്ഷിക്കുകയും വഴുവഴുപ്പ് നൽകുകയും ചെയ്യുന്നു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ, 1961. മനുഷ്യാവകാശങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. 1961-ൽ പീറ്റർ ബെനൻസൺ ഈ സംഘടന സ്ഥാപിച്ചു. കോയ്ന അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ അണക്കെട്ടാണ് കോയ്ന അണക്കെട്ട്. കോയ്ന നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും ഇത് ഉപയോഗിക്കുന്നു. സംസ്കൃത സാഹിത്യത്തിന്റെ അഗസ്റ്റ്യൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിന്റെ കാലമാണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യന്റെ ഭരണകാലം കലയ്ക്കും സാഹിത്യത്തിനും ശാസ്ത്രത്തിനും വലിയ പ്രാധാന്യം നൽകി. കാളിദാസനെപ്പോലുള്ള മഹാരഥന്മാർ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു. സംസ്ഥാന ഭരണം സംബന്ധിച്ച് എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ നടപടികളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഭാര്യയായിരുന്ന കസ്തൂർബ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഗാന്ധിജിയോടൊപ്പം അവർ പല പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തു. കേരള സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ ഭത്ത അനുവദിച്ച മുഖ്യമന്ത്രി എ.കെ. ആന്റണി. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണി ഭരണപരിഷ്കാരങ്ങളിലൂടെ ശ്രദ്ധേയനായിരുന്നു. സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ ഭത്ത അനുവദിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. കേരളത്തിൽ 2 പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി.എച്ച്. മുഹമ്മദ് കോയ. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന സി.എച്ച്. മുഹമ്മദ് കോയ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി 2 തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്. യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ്. യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ (ESRO) യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മുൻഗാമിയായിരുന്നു. ഇതിന്റെ ആസ്ഥാനം പാരീസിലായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിലെന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ കൊൽക്കത്തയ്ക്ക് വലിയ പങ്കുണ്ട്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളും ടൂർണമെന്റുകളും ഇവിടെയാണ് തുടങ്ങിയത്. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. ഗവർണർക്ക് ഉപദേശം നൽകുകയും സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. കോലത്തുനാട്ടിലെ രാജാവായിരുന്നത് കോലത്തിരി. വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന നാട്ടുരാജ്യമായിരുന്നു കോലത്തുനാട്. കോലത്തിരിമാരായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ. തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ജൈനമതത്തിലെ ആത്മീയ നേതാക്കളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. ഇവർ ജന്മമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുകയും മറ്റുള്ളവർക്ക് ആത്മീയ പാത കാണിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. CMS പ്രസ് എന്ന പേരിൽ കോട്ടയത്ത് കേരളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി എന്ന മിഷണറിയാണ്. മലയാളം അച്ചടി വികസനത്തിൽ ഇതൊരു നാഴികക്കല്ലായിരുന്നു. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അസമിൽ സ്ഥിതി ചെയ്യുന്ന കാസിരംഗ ദേശീയോദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക പദവി നേടിയ ഒരു സംരക്ഷിത പ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ആവാസകേന്ദ്രമാണിത്. മഗല്ലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്?
അർജന്റീനയ്ക്കും ചിലിക്കും. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു പ്രധാന കപ്പൽപ്പാതയാണ് മഗല്ലൻ കടലിടുക്ക്. ഇത് അർജന്റീനയ്ക്കും ചിലിക്കുമിടയിലുള്ള ടിയേറ ഡെൽ ഫുഎഗോ ദ്വീപ് സമൂഹത്തെ പ്രധാന ഭൂപ്രദേശത്തുനിന്ന് വേർതിരിക്കുന്നു. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. ജലത്തെ ശുദ്ധീകരിക്കാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ജൈവവൈവിധ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നതിനാൽ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം വളരെ വലുതാണ്. ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയ പിന്തുണ നിർണായകമായിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കപ്പൽ നിർമ്മാണത്തിന്, പ്രത്യേകിച്ച് ഉരു നിർമ്മാണത്തിന് ലോകപ്രശസ്തമാണ്. ഇവിടുത്തെ കപ്പൽ നിർമ്മാണ പാരമ്പര്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പൂർണ്ണമായും സമുദ്രനിരപ്പിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്നത് പൂർണ്ണമായും ദക്ഷിണധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഖണ്ഡമാണ്. ഇതിന്റെ ഭൂരിഭാഗവും മഞ്ഞുമൂടിക്കിടക്കുന്നു. ശരാശരി സമുദ്രനിരപ്പിനു മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ പദവി സാധാരണയായി സംസ്ഥാന ഗവർണർക്കാണ്. ഈ അധികാരമുപയോഗിച്ച് ഗവർണർ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. യോമിയുരി ഷിംബൂൺ ഏത് രാജ്യത്തെ പത്രമാണ്? ജപ്പാൻ. ജപ്പാനിലെ ഏറ്റവും വലിയ പത്രങ്ങളിലൊന്നാണ് യോമിയുരി ഷിംബൂൺ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രചാരമുള്ള പത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഹോർസ്ലി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹോർസ്ലി കുന്നുകൾ. ഇതിനെ ആന്ധ്രയുടെ ഊട്ടി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം 8. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 ഷെഡ്യൂളുകളുണ്ട്. ഏത് രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് സി.എഫ്. ആൻഡ്രൂസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത്? ഫിജി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന സി.എഫ്. ആൻഡ്രൂസ് ഫിജിയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും ഇന്ത്യൻ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ദീനബന്ധു, ദരിദ്രരുടെ സുഹൃത്ത് എന്ന പേര് ലഭിച്ചു. കേരളത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല? മലപ്പുറം. കേരളത്തിലെ ജനസംഖ്യാപരമായ വിവരങ്ങൾ അനുസരിച്ച് മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതൽ. ഇത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഹാരപ്പ കണ്ടെത്തിയ വർഷം 1921. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹാരപ്പ 1921-ൽ ദയാറാം സാനിയാണ് കണ്ടെത്തിയത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന കണ്ടെത്തലായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി? കെ. കരുണാകരൻ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കെ. കരുണാകരൻ 4 തവണ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത്? 1965. 1965-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപീകരിക്കാനായില്ല. ഇത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലാവധിയുണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തേതാണ്? 5-മത്തെ. 1971 മുതൽ 77 വരെ. 5-മത്തെ ലോക്സഭ 1971 മുതൽ 77 വരെ അടിയന്തരാവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചു. സാധാരണ 5 വർഷത്തെ കാലാവധിയിൽ നിന്ന് 1 വർഷം നീട്ടുകയായിരുന്നു.
എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത്? 5 വർഷം. ഇന്ത്യയിൽ കാർഷിക മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി എല്ലാ 5 വർഷം കൂടുമ്പോഴും കാർഷിക സെൻസസ് നടത്തുന്നു. ഇത് കാർഷിക നയരൂപീകരണത്തിന് സഹായകമാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങളായി എത്ര ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണുള്ളത്? 5. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ 10 താൽക്കാലിക അംഗങ്ങളാണുള്ളത്. ഇവർക്ക് 2 വർഷത്തെ കാലാവധിയാണുള്ളത്. ഈ 10 താൽക്കാലിക സീറ്റുകളിൽ 5 ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു. ജനഗണമന എന്ന ഗാനത്തിന്റെ ആദ്യചരണമാണ് ഭാരതത്തിന്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത്. ആകെ എത്ര ചരണങ്ങളുണ്ട് ജനഗണമനയ്ക്ക്? 5. രബീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയ്ക്ക് 5 ചരണങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ ചരണമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി സ്വീകരിച്ചിട്ടുള്ളത്. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? 5. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. കേവല പൂജ്യത്തിനടുത്ത് തണുപ്പിക്കുമ്പോൾ ബോസോണുകളുടെ ഒരു കൂട്ടം ഒരേ ക്വാണ്ടം അവസ്ഥയിൽ എത്തപ്പെടുന്നതാണ് ഈ അവസ്ഥ. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം? 5. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് 5 സ്ഥിരാംഗങ്ങളുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണിവർ. ഇവർക്കെല്ലാം വീറ്റോ അധികാരമുണ്ട്. ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം? 5. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ കാര്യത്തിൽ 3ാമത്തെ ഗ്രഹവും വലുപ്പത്തിന്റെ കാര്യത്തിൽ സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹവുമാണ് ഭൂമി. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ 280ാം അനുച്ഛേദമനുസരിച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും പ്രസിഡന്റ് ഒരു ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നു. ഈ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ കാലാവധി സാധാരണയായി 5 വർഷമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം? 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിക്ക് 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ എന്നിവയാണിവ. ഡൽഹി 1206 മുതൽ 1526 വരെ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശങ്ങളുടെ എണ്ണം? 5. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ 5 വ്യത്യസ്ത രാജവംശങ്ങളാണ് ഡൽഹി ഭരിച്ചിരുന്നത്: അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയീദ് വംശം, ലോധി വംശം എന്നിവയാണിവ. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 പ്രാവശ്യം. മഹാത്മാഗാന്ധി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനും വൈക്കം സത്യാഗ്രഹത്തിനും മറ്റുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ. ബാഹ്മിനി രാജ്യം തകർന്നതോടെ ദക്ഷിണപഥത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത്? 5. ബാഹ്മിനി സുൽത്താനേറ്റ് തകർന്നതിനുശേഷം ദക്ഷിണപഥത്തിൽ 5 സ്വതന്ത്ര സുൽത്താനേറ്റുകൾ രൂപം കൊണ്ടു. ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, അഹമ്മദ്നഗർ, ബീഡർ, ബേരാർ എന്നിവയാണിവ. ഹുമയൂൺ നാമ രചിച്ചത്? ഗുൽബദൻ ബീഗം, ബാബറുടെ മകൾ. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ ജീവിതകഥയായ ഹുമയൂൺ നാമ രചിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയും ബാബറിന്റെ മകളുമായ ഗുൽബദൻ ബീഗമാണ്. മുഗൾ ചരിത്രത്തിലെ ഒരു പ്രധാന രേഖയാണിത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957-ൽ അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.എൻ. ഗോവിന്ദൻ നായർ. 1957-ൽ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എം.എൻ. ഗോവിന്ദൻ നായരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഈ സർക്കാർ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു.
കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1960. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 1959-ൽ വിമോചന സമരത്തെ തുടർന്ന് പിരിച്ചുവിട്ട ശേഷം 1960-ലാണ് രണ്ടാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചു. യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക്? ലണ്ടൻ. ലണ്ടനിലെ ഏറ്റവും വലിയതും പ്രശസ്തവുമായ പാർക്കുകളിൽ ഒന്നാണ് ഹൈഡ് പാർക്ക്. പ്രഭാഷണങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും പേരുകേട്ട സ്പീക്കേഴ്സ് കോർണർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹദേവ് ദേശായി. മഹദേവ് ദേശായി ഗാന്ധിജിയുടെ വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറിയും ജീവചരിത്രകാരനുമായിരുന്നു. ഗാന്ധിജിയുടെ പല യാത്രകളിലും സമരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 1930 പ്രധാനവേദി പയ്യന്നൂർ. 1930-ൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ. കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. തേയിലത്തോട്ടങ്ങൾക്കും പ്രകൃതിരമണീയമായ കാഴ്ചകൾക്കും ഇത് പ്രശസ്തമാണ്. കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് വി. ഗിരി. വി. ഗിരി കേരളത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ച ശേഷം ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായി. അദ്ദേഹം ഒരു തൊഴിലാളി യൂണിയൻ നേതാവും പ്രമുഖ രാഷ്ട്രീയക്കാരനുമായിരുന്നു. മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള കാപ്പി. കാപ്പി കൃഷിക്ക് തണുപ്പും മഞ്ഞും ദോഷകരമാണ്. അതിശൈത്യം കാപ്പിച്ചെടികളെ നശിപ്പിക്കാനും വിളവ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ്. ജിറാഫിന്റെ കഴുത്ത് വളരെ നീണ്ടതായതിനാൽ തലച്ചോറിലേക്ക് രക്തം എത്തിക്കാൻ വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ആവശ്യമാണ്. ഇവയുടെ ഹൃദയം അസാധാരണമായി വലുതും ശക്തിയേറിയതുമാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴ്. 2004-ലാണ് തമിഴിന് ഇന്ത്യയിലെ ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാഹിത്യ പാരമ്പര്യവും തനതായ ശൈലിയും ഈ പദവിക്ക് കാരണമായി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. മദ്യപാനം സെറിബെല്ലത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. സെറിബെല്ലം ശരീരത്തിന്റെ ചലനങ്ങളെയും സന്തുലിതാവസ്ഥയെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരള ഗവർണറായ ഏക മലയാളി വി. വിശ്വനാഥൻ. വിശ്വനാഥൻ കേരളത്തിന്റെ ഗവർണർ പദം അലങ്കരിച്ച ഏക മലയാളിയാണ്. അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി. മെർക്കുറി റോമൻ പുരാണങ്ങളിൽ വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ദേവനും ദേവന്മാരുടെ സന്ദേശവാഹകനുമാണ്. ഗ്രീക്ക് പുരാണത്തിലെ ഹെർമിസിന് സമാനമായ സ്ഥാനമാണ് മെർക്കുറിക്കുള്ളത്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി തിമിംഗലം. നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള ചില തിമിംഗലങ്ങൾക്ക് വെള്ളത്തിനടിയിൽ വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഈ ശബ്ദങ്ങൾ ആശയവിനിമയത്തിനും സഞ്ചാരത്തിനും ഉപയോഗിക്കുന്നു. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ രവികീർത്തി. രണ്ടാം പുലികേശിയുടെ കൊട്ടാരത്തിലെ കവിയായിരുന്ന രവികീർത്തിയാണ് ഐഹോൾ ശാസനം രചിച്ചത്. ചാലൂക്യരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ശാസനത്തിൽ നിന്ന് ലഭിക്കുന്നു. ജ്വാലാമുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ജ്വാലാമുഖി ക്ഷേത്രം. ഇവിടെ പ്രകൃതിദത്തമായ തീജ്വാലകൾ ആരാധിക്കപ്പെടുന്നു. കേരളത്തിലെ ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നതെവിടെ? തിരുവനന്തപുരം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ചെഷയർ ഹോം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചതാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ.
കഴുകന്മാരിൽ ചില വർഗ്ഗങ്ങൾ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളവയാണ്. ഇവയുടെ കാഴ്ചശക്തിയും പറക്കാനുള്ള കഴിവും വളരെ മികച്ചതാണ്. ലോഹിത് ഏത് നദിയുടെ പോഷകനദിയാണ്? ബ്രഹ്മപുത്ര. ലോഹിത് നദി ബ്രഹ്മപുത്ര നദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന ഈ നദി രക്തനദി എന്നും അറിയപ്പെടുന്നു. ഏതു പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മെൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജഗ്ഗുകളായി ഉപയോഗിക്കുന്നത്? ഒട്ടകപ്പക്ഷി. കലഹാരി മരുഭൂമിയിലെ ബുഷ്മെൻ വിഭാഗക്കാർ വെള്ളം സൂക്ഷിക്കുന്നതിനായി ഒട്ടകപ്പക്ഷിയുടെ മുട്ടത്തൊണ്ടുകൾ ഉപയോഗിക്കുന്നു. കട്ടിയുള്ളതും വലുതുമായ ഈ തോടുകൾ വെള്ളം സംഭരിക്കാൻ ഉത്തമമാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ: മംഗലാപുരവും മുംബൈയും. റോഹ. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ്. കർണാടകയിലെ മംഗലാപുരത്തെയും മഹാരാഷ്ട്രയിലെ റോഹയെയും ബന്ധിപ്പിച്ച് പശ്ചിമഘട്ടത്തിലൂടെ ഇത് കടന്നുപോകുന്നു. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം? ബൊളീവിയ. ബൊളീവിയയുടെ ഭരണതലസ്ഥാനമായ ലാ പാസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ്. ഏകദേശം 3650 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ ആരുടെ ആത്മകഥയാണ്? രാജാ രാമണ്ണ. പ്രമുഖ ഇന്ത്യൻ ആണവശാസ്ത്രജ്ഞനായ രാജാ രാമണ്ണയുടെ ആത്മകഥയാണ് തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ. ഇന്ത്യൻ ആണവോർജ്ജ പരിപാടിക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 2. ഭരണഘടനയുടെ അനുച്ഛേദം 331 പ്രകാരം ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് രാഷ്ട്രപതിക്ക് തോന്നിയാൽ 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ 2019-ലെ 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ വ്യവസ്ഥ റദ്ദാക്കി. ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി? കാവേരി. തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിലൊന്നായ തിരുച്ചിറപ്പള്ളി കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന നദിയാണ്. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ അസംബ്ലി പ്രവർത്തനമാരംഭിച്ച വർഷം? 1904. തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് 1904-ൽ ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചു. ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത്? C.K. രേവമ്മ. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് C.K. രേവമ്മ. ഇത് കേരളത്തിലെ സംഗീത വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം? 1956. 1956-ൽ കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ സ്ഥാപിതമായി. കേരളത്തിലെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം? മെർക്കാപ്റ്റൻ. LPGക്ക് സ്വാഭാവികമായി മണമില്ലാത്തതുകൊണ്ട് ചോർച്ച തിരിച്ചറിയാൻ വേണ്ടി അതിൽ ഈഥൈൽ മെർക്കാപ്റ്റൻ എന്ന വാതകം ചേർക്കുന്നു. ഇതിന് വളരെ രൂക്ഷമായ ഗന്ധമാണുള്ളത്. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല? ഇടുക്കി. ഇടുക്കി ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ ജില്ലയിൽ നിരവധി വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ഉയരം കൂടിയ സസ്തനി? ജിറാഫ്. ജിറാഫ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സസ്തനിയാണ്. നീണ്ട കഴുത്തും കാലുകളും ഇവയുടെ സവിശേഷതകളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ? വള്ളത്തോൾ നാരായണമേനോൻ. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്. രോഗപ്രതിരോധശേഷി നൽകുന്ന രക്താണു? വെളുത്ത രക്താണു. വെളുത്ത രക്താണുക്കൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഇവ അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു.
കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത്? ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിലൊന്നായ കേരള പത്രിക ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായരാണ് ആരംഭിച്ചത്. കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇത് ഒരു പ്രധാന പത്രമായിരുന്നു. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ട തുഗ്ലക്ക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്റെ വിചിത്രവും പലപ്പോഴും പരാജയപ്പെട്ടതുമായ ഭരണപരിഷ്കാരങ്ങൾ കാരണം വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ടു. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക്ക് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വി.കെ. വേലായുധൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ചെയർമാനായിരുന്നത് വി.കെ. വേലായുധനായിരുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണിത്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ്. ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ഇത് വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും പ്രധാനമാണ്. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിൽ നിന്നാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ. ഭരണഘടനയനുസരിച്ച് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശപ്രകാരമാണ് ഗവർണർ ഇത് വിനിയോഗിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല? കൊല്ലം. കൊല്ലം ജില്ലയ്ക്ക് കേരളത്തിലെ മറ്റ് തീരദേശ ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ കടൽത്തീരമാണുള്ളത്. ഇത് സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്ത സ്ഥലത്ത് കന്യാകുമാരിയിൽ ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന സ്മാരകമാണിത്. കേരളത്തിൽ വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം? ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിന് പേരുകേട്ടതാണ്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. സിക്കിമിലെ പ്രധാനപ്പെട്ട നദി? ടീസ്റ്റ. ടീസ്റ്റ നദി സിക്കിമിന്റെ ജീവരേഖയാണ്. സിക്കിമിന്റെയും പശ്ചിമബംഗാളിന്റെയും പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണിത്. കേരളത്തിൽ വായനാവാരമായി ആഘോഷിക്കുന്നത്? ജൂൺ 19 മുതൽ 25 വരെ. കേരളത്തിൽ ജൂൺ 19 മുതൽ 25 വരെ പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്കായി വായനാവാരമായി ആഘോഷിക്കുന്നു. വായനയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏത് രാജ്യമാണ് ലെസോത്തോയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. ലെസോത്തോ ഒരു എൻക്ലേവ് രാജ്യമാണ്, അതായത് ദക്ഷിണാഫ്രിക്ക എന്ന ഒരൊറ്റ രാജ്യത്താൽ പൂർണ്ണമായും ചുറ്റപ്പെട്ടുകിടക്കുന്നു. ഇത് ദക്ഷിണാഫ്രിക്കൻ ഭൂപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ കാലാവധി 5 വർഷം തികച്ചു ഭരിച്ച ഏക മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി? ഇ.കെ. നായനാർ 1996 മുതൽ 2001 വരെ. ഇ.കെ. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 3 തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1996 മുതൽ 2001 വരെ അദ്ദേഹം 5 വർഷം പൂർത്തിയാക്കി ഭരിച്ച ഏക മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഏതു വർഷം ഫെബ്രുവരി 28-നാണ് രാമൻ ഇഫക്ട് സി.വി. രാമൻ കണ്ടെത്തിയത്? 1928. 1928 ഫെബ്രുവരി 28-നാണ് സർ സി.വി. രാമൻ പ്രഭാവം കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1930-ൽ നോബൽ സമ്മാനം ലഭിച്ചു. ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏതു വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്? ഏഷ്യ. സൂയസ് കനാൽ ആഫ്രിക്കൻ വൻകരയെ ഏഷ്യൻ വൻകരയിൽ നിന്ന് വേർപെടുത്തുന്നു. ഈ കനാൽ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് പ്രധാനമാണ്. ലോക വ്യാപാര സംഘടന മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട്. ലോക വ്യാപാര സംഘടന WTO 1995-ൽ രൂപീകരിക്കുന്നതിനു മുമ്പ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് (ഗാറ്റ്) എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തമിഴിൽ രാമായണം ആദ്യമായി തയ്യാറാക്കിയത് കമ്പർ. തമിഴ് സാഹിത്യത്തിലെ ക്ലാസിക കൃതിയായ കമ്പരാമായണം രചിച്ചത് മഹാകവി കമ്പരാണ്. ഇത് രാമായണത്തിന്റെ തമിഴ് പതിപ്പാണ്. ദേവാനാം പ്രിയദർശി എന്നറിയപ്പെട്ടിരുന്ന മൗര്യ ചക്രവർത്തി അശോകൻ. മൗര്യ ചക്രവർത്തിയായ അശോകനെയാണ് ശിലാശാസനങ്ങളിൽ ദേവാനാം പ്രിയദർശി എന്ന് വിശേഷിപ്പിച്ചത്. ബുദ്ധമതം പ്രചരിപ്പിച്ച ഭരണാധികാരികളിൽ പ്രധാനിയാണ് അശോകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ. കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്ന പൊയ്കയിൽ അപ്പച്ചൻ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. കീഴാള ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ചു. ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരം നൽകി സാമൂഹിക സമത്വം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കുമാരനാശാൻ ഏതു വർഷമാണ് SNDP യോഗം പ്രസിഡന്റായത്? 1923. മഹാകവി കുമാരനാശാൻ 1923 SNDP യോഗത്തിന്റെ പ്രസിഡന്റായി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യരിലൊരാളായിരുന്ന അദ്ദേഹം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാന്നാനം. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടം കോട്ടയം ജില്ലയിലെ മാന്നാനത്തുള്ള സെന്റ് ജോസഫ്സ് മൊണാസ്ട്രി പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കേരളത്തിലെ സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ്. ആനി ബസന്റ് 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ത്യക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പ്രദേശം മുൻപ് കരപ്പുറം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഈ പ്രദേശത്തിന് പ്രാധാന്യമുണ്ട്. ഡൽഹിക്ക് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് ആഗ്ര. ഡൽഹി മുഗൾ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനമാകുന്നതിനു മുമ്പ് ആഗ്രയായിരുന്നു പ്രധാന തലസ്ഥാനം. താജ്മഹൽ ഉൾപ്പെടെ നിരവധി മുഗൾ സ്മാരകങ്ങൾ ആഗ്രയിലുണ്ട്. കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചുവരുന്നത് ചിങ്ങം 1. മലയാള വർഷത്തിലെ ആദ്യ ദിവസമായ ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നു. കാർഷിക മേഖലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ടപിടിക്കാതിരിക്കൽ. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ഈ അവസ്ഥയിലുള്ളവരുടെ രക്തം മുറിവുണ്ടായാൽ സാധാരണ പോലെ കട്ടപിടിക്കാൻ പ്രയാസമാണ്. ഇത് അമിതമായ രക്തസ്രാവത്തിന് കാരണമാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി KM മാണി. കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായിരുന്ന KM മാണി ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ദീർഘകാലം നിയമസഭാംഗമായും വിവിധ വകുപ്പുകളുടെ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവാഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിൽ ജവാഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. ഈ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ലോക്സഭാംഗം തുടങ്ങി നിരവധി പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് അപൂർവ വാതകങ്ങൾ, നോബിൾ വാതകങ്ങൾ.
ഈ വാതകങ്ങൾ ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. രാസപരമായി നിഷ്ക്രിയമായതുകൊണ്ടും വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതുകൊണ്ടും ഇവയെ നോബിൾ വാതകങ്ങൾ അല്ലെങ്കിൽ അപൂർവ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതു വിഭാഗത്തിലെ നോബൽ സമ്മാനജേതാക്കളെയാണ് സ്റ്റോക്ക്ഹോമിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നവരെ തിരഞ്ഞെടുക്കുന്നത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നോബൽ സമ്മാനങ്ങളിൽ ഒന്നാണിത്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷ്യൽ. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ ഡയറക്ടർ ജനറലായിരുന്ന ജോൺ മാർഷ്യലിന്റെ നേതൃത്വത്തിലാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത്. 1920കളിൽ നടന്ന ഈ കണ്ടെത്തൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. റോയിട്ടേഴ്സ് ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. റോയിട്ടേഴ്സ് ബ്രിട്ടനിലെ ഒരു പ്രമുഖ വാർത്താ ഏജൻസിയാണ്. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിവരങ്ങളും ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാംബിയയുടെ സ്വാതന്ത്ര്യസമരം നയിച്ചത്? കെന്നത്ത് കൗണ്ട. കെന്നത്ത് കൗണ്ട സാംബിയയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സാംബിയയെ മോചിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് ഒരു സ്വാഭാവിക സിലിക്കേറ്റ് ധാതുവാണ്. ഇതിന് തീയും ചൂടും പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് റോക്ക് കോട്ടൺ എന്നും അറിയപ്പെടുന്നു. ഹുട്ടി സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്ത്? കർണാടകം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ സ്വർണ്ണഖനികളിലൊന്നാണ് കർണാടകയിലെ ഹുട്ടി സ്വർണ്ണഖനി. കർണാടക സ്വർണ്ണ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ? നീല, മഞ്ഞ, ചുവപ്പ്. ചുവപ്പ്, നീല, മഞ്ഞ എന്നിവയാണ് പെയിന്റുകളുടെ പ്രാഥമിക നിറങ്ങൾ. ഈ നിറങ്ങൾ ഉപയോഗിച്ച് മറ്റ് നിറങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം? AD 64. AD 64-ൽ റോമിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ഇത് നഗരത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു. നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്തായിരുന്നു ഈ സംഭവം. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ചത്? ഔറംഗസേബ്. പാകിസ്ഥാനിലെ ലാഹോറിലുള്ള ബാദ്ഷാഹി മോസ്ക് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് 1673-ൽ നിർമ്മിച്ചതാണ്. മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1857-ലെ വിപ്ലവത്തിന്റെ പരാജയശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാടുകടത്തിയത്? മ്യാൻമർ, ബർമ്മ. 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ മ്യാൻമറിലെ പഴയ ബർമ്മ, റങ്കൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അദ്ദേഹം അന്തരിച്ചു. സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം? അമൃത്സറിലെ സുവർണക്ഷേത്രം. സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ആരാധനാലയം പഞ്ചാബിലെ അമൃത്സറിലുള്ള ഹർമന്ദിർ സാഹിബ് അഥവാ സുവർണക്ഷേത്രമാണ്. സിഖ് ഗുരുക്കന്മാർക്ക് ഇത് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കൺഫ്യൂഷ്യനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈന. പുരാതന ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് സ്ഥാപിച്ച ഒരു ധാർമ്മികവും സാമൂഹികവുമായ തത്വസംഹിതയാണ് കൺഫ്യൂഷ്യനിസം. ഇത് ചൈനീസ് സംസ്കാരത്തിലും സമൂഹത്തിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തി. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മാവോ? കെനിയ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ കെനിയയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന പ്രസ്ഥാനങ്ങളിലൊന്നായിരുന്നു മാവോ വിപ്ലവം. 1950കളിൽ ഈ പ്രസ്ഥാനം കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ? വില്യം ബെന്റിക്. 1835-ൽ വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാധ്യമമായി ഇംഗ്ലീഷ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഇത് മെക്കാളെ പ്രഭുവിന്റെ ശുപാർശകളെ തുടർന്നായിരുന്നു. ഒന്നാം ലോക്സഭയിലെ മണ്ഡലങ്ങൾ? 489.
1951 മുതൽ 52 വരെ കാലഘട്ടത്തിൽ നടന്ന ആദ്യ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിച്ച ഒന്നാം ലോക്സഭയിൽ 489 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം മുസ്സൂറി. ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ LBSNAA ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ മുസ്സൂറിയിലാണ്. ഇന്ത്യൻ ഭരണനിർവഹണത്തിന്റെ ഉന്നത പരിശീലന കേന്ദ്രമാണിത്. ആരുടെ ആത്മഹത്യയിൽ മനംനൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ഇടപ്പള്ളി രാഘവൻപിള്ള. മലയാളത്തിലെ പ്രശസ്ത കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്റെ സുഹൃത്തും സഹകവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യയിൽ മനംനൊന്താണ് രമണൻ എന്ന ഖണ്ഡകാവ്യം രചിച്ചത്. മലയാള സാഹിത്യത്തിലെ ഒരു ദുരന്ത പ്രണയകാവ്യമാണിത്. ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി? കരിഞ്ചെറുകൺ പവിഴക്കാലി. ലോകത്തിലെ ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷികളിൽ ഒന്നാണ് കരിഞ്ചെറുകൺ പവിഴക്കാലി, ബ്ലാക്ക് വിങ്ഡ് സ്റ്റെൽറ്റ്. ഇത് പ്രധാനമായും തണ്ണീർത്തടങ്ങളിലും ചതുപ്പുനിലങ്ങളിലും കാണപ്പെടുന്നു. ആരുടെ വിവിധ ജന്മങ്ങളെക്കുറിച്ചാണ് ജാതക കഥകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ശ്രീബുധന്റെ. ബുധമത ഗ്രന്ഥങ്ങളായ ജാതക കഥകളിൽ ശ്രീബുധന്റെ മുൻജന്മങ്ങളിലെ കഥകളും അനുഭവങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്നു. ബുധന്റെ ധർമ്മവും ധാർമ്മിക പാഠങ്ങളും പ്രചരിപ്പിക്കാൻ ഈ കഥകൾ സഹായിക്കുന്നു. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി. മനുഷ്യശരീരത്തിലെ സർക്കാഡിയൻ റിഥങ്ങളെ, ഉറക്കം, ഉണർവ് തുടങ്ങിയവ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഇത് മെലാഡോണിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു. അതിനാൽ ഇതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും വിളിക്കുന്നു. സ്വീഡനിലെ പാർലമെന്റ്? റിക്സ്ഡാഗ്. സ്വീഡൻ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് റിക്സ്ഡാഗ്, റിക്സ്ഡേ. സ്റ്റോക്ക്ഹോമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത്? ഡോക്ടർ രാധാകൃഷ്ണൻ. പ്രമുഖ തത്വചിന്തകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ പ്രശസ്തമായ കൃതികളാണ് ഇവ. സ്വാതന്ത്ര്യസമരചരിത്രത്തിലെ ബോസ് സഹോദരന്മാർ ആരെല്ലാം? ശരത് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസും. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രമുഖ നേതാക്കളായിരുന്നു ശരത് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ സുഭാഷ് ചന്ദ്രബോസും. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യസമരമായി ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയൻ? VD സവർക്കർ. വിനായക് ദാമോദർ സവർക്കർ തന്റെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857 എന്ന പുസ്തകത്തിൽ ഈ കലാപത്തെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യസമരമായി വിശേഷിപ്പിച്ചു. ഹിന്ദി വാക്കുകൾ രചനയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരൻ? അമീർ ഖുസ്രു. 13ാം നൂറ്റാണ്ടിലെ പ്രമുഖ സൂഫി സംഗീതജ്ഞനും കവിയുമായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹം പേർഷ്യൻ, ഹിന്ദവി, പുരാതന ഹിന്ദി ഭാഷകളിൽ ധാരാളം രചനകൾ നടത്തി. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തെ നാട്ടുരാജ്യം? തിരുവിതാംകൂർ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ അന്നത്തെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പ്രധാന നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു.